നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ യമ്മി ആയിട്ടുള്ള ഒരു ബനാന റോസ്റ്റ് ആണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ശർക്കര അത് ജാഗരി മെൽറ്റ് ചെയ്തെടുക്കുക എന്നതാണ്. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് വെള്ളത്തിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് 2 കട്ട ശർക്കരയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് ഫുള്ള് കംപ്ലീറ്റ് ഈ വെള്ളത്തിൽ മെൽറ്റ് ആവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മളുടെ ശർക്കര കംപ്ലീറ്റ് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം. നെക്സ്റ്റ് നമ്മളുടെ നേന്ത്രപ്പഴം ഉണ്ടല്ലോ, അത് 2 എണ്ണം ഇതേ രീതിയിൽ സ്ലൈസ് ചെയ്തെടുക്കണം. നെക്സ്റ്റ് ഞാനൊരു ഇരുമ്പ് ചട്ടി ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇരുമ്പ് ചട്ടി എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് അറിയാം ആർക്കെങ്കിലും? ഈ രക്തക്കുറവുള്ള ആളുകൾക്കൊക്കെ ഇരുമ്പ് ചട്ടിയിൽ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നത് വളരെ നല്ലതാണെന്നാണ് കേട്ടിട്ടുള്ളത്. എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇരുമ്പ് ചട്ടി മാക്സിമം യൂസ് ചെയ്യാൻ നോക്കുന്നത്. അങ്ങനെ നമ്മൾ ചട്ടി ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് അല്പം നെയ്യ് ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ മിൽമയുടെ നെയ്യാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നെക്സ്റ്റ് ഇതിലോട്ട് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വാട്ടിയെടുക്കലാണ് നമ്മളിതിൽ ചെയ്യുന്നത്. കുറേ പ്രോസസ്സ് ചെയ്യാനൊന്നുമില്ല, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. നമ്മൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണത്. ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ആ നെയ്യിൽ ഇതിൻ്റെ 2 ഭാഗം അവിടെ കിടക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അവിടെ നെയ്യ് ഭയങ്കര ടേസ്റ്റാണ് എൻ്റെ കൂട്ടി കഴിക്കാൻ. ഒരു പ്രത്യേക കളറായിട്ടുണ്ട്. ചെറിയ തീയിൽ വേണം ഇതുണ്ടാക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. നെക്സ്റ്റ് ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ഇവിടെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ശർക്കര ഒഴിച്ച് കൊടുക്കാം. ഏകദേശം 1 മിനിറ്റ് മാത്രം നമ്മൾ ജാഗരി സിറപ്പിൽ വെക്കുക. എന്നിട്ട് എത്രയും പെട്ടെന്ന് വേറെ ഒരു ബൗളിലേക്ക് ഇത് മാറ്റുക, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളിത് സെർവ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ജാഗരി സിറപ്പ് ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൂടുതൽ ടേസ്റ്റ് ഐസ്ക്രീമിൻ്റെ കൂടെ കഴിക്കുമ്പോഴാണ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാവരും വീഡിയോ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക.